ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് കയ്യെന്നറിയാതെ സൂചി അങ്ങോട്ട് താഴെ വീണു പോയത്. വെളിച്ചം കുറവായത് കൊണ്ട് ബീവി അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാന്റെ റസൂൽ ആ റൂമ കണ്ട് കയറി വന്നത്. അള്ളാന്റെ റസൂലിന്റെ സൗന്ദര്യത്തിന്റെ പ്രഭ കൊണ്ട് തുന്നിക്കൊണ്ടിരിക്കുന്ന സൂചി ബീവി കണ്ടെടുത്തുത്രേ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാസറൽ ബദ്റുഫി ദാജിം മിനൽ ഉലമി. മുത്തുനബിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് കവി പറയുന്നുണ്ട്, നബി അങ്ങ് പരിശുദ്ധമായ മക്ക ഹറമിൽ നിന്ന് മദീന ഹറമിലേക്ക് സഞ്ചരിച്ച അന്നത്തെ രാത്രി കമാസറൽ ബദ്റുഫി ദാജിം മിനൽ ഉലമി, ആകാശത്ത് കാണുന്ന 14-ാം രാവിലെ പൗർണമി ചന്ദ്രൻ സഞ്ചരിച്ചതുപോലുണ്ടായിരുന്നു അത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ സ്ത്രീകളുടെ മുമ്പിലൂടെ അങ്ങോട്ട് നടന്നു പോയപ്പോ ആ ഈജിപ്തിലെ സ്ത്രീകൾ യൂസുഫ് നബിയുടെ സൗന്ദര്യം അങ്ങോട്ട് കണ്ടപ്പോൾ അവരറിയാതെ കൈകളും മുറിച്ചു പോയില്ലേ. അവര് തന്നെ മനസ്സുകൊണ്ട് പറഞ്ഞു പോയി അത്രേ, വകുൽന ഹാശ ലില്ലാഹി മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനാണോ. എന്നാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അവര് യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് അവരുടെ കൈകൾ മുറിച്ചു പോയെങ്കിൽ മുത്തുനബിയുടെ സൗന്ദര്യം അവര് കണ്ടാല് അവര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുമായിരുന്നു.